സമൂഹമാധ്യമങ്ങളിൽ ഏറെ ആരാധകരുള്ള താരപുത്രിയാണ് ദിയ കൃഷ്ണ. തൻ്റെ ജീവിതവിശേഷങ്ങളും യാത്രാവിശേഷങ്ങളുമെല്ലാം ദിയ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ദിയയുടെ പ്രണയവും ബ്രേക്കപ്പുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ ഇതുവരെ സിനിമയിലൊന്നും മുഖം കാണിച്ചിട്ടില്ലെങ്കിലും അഹാനയെയും ഇഷാനിയെയും ഹൻസികയെയും ആരാധകർ ദിയക്കാണുള്ളതെന്ന് പറയേണ്ടതുണ്ട്. ലോക്ക്ഡൗൺ കാലത്താണ് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും സജീവമായി തുടങ്ങിയത്. വെറുമൊരു യൂട്യൂബർ മാത്രമല്ല ദിയ കൃഷ്ണ. OBOC എന്ന പേരിൽ വസ്ത്രങ്ങളുടെയും ഫാൻസി ആഭരണങ്ങളുടെയും ഒരു ബിസിനസ്സും ദിയ കൃഷ്ണയ്ക്കുണ്ട്. ഇതുവരെയുള്ള ജീവിതത്തിൽ സംഭവിച്ച ഒട്ടുമിക്ക കാര്യങ്ങളും തൻ്റെ ആരാധകരോട് ദിയ കൃഷ്ണ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ ദിയ കൃഷ്ണയുടെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത്. കയ്യിൽ മോതിരം അണിഞ്ഞ് ഒരു പുരുഷൻ്റേത് എന്ന് തോന്നിക്കുന്ന കയ്യിൽ തൻ്റെ കൈചേർത്ത് പിടിച്ച് നാണത്തോടെ നിൽക്കുന്ന ദിയ കൃഷ്ണയാണ് പുതിയ പോസ്റ്റിലുള്ളത്. ഞാൻ യെസ് പറഞ്ഞു എന്നാണ് ചിത്രത്തിന് ദിയ നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. ഒപ്പം മോതിരത്തിൻ്റെ ഒരു ഇമോജിയും ദിയ ചേർത്തിട്ടുണ്ട്. സെലിബ്രിറ്റി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറായ SK അഭിജിത്താണ് ദിയയുടെ പുത്തൻ ചിത്രം പകർത്തിയിരിക്കുന്നത്. എന്നാൽ ആരുടെ കൈകളിലാണ് താൻ പിടിച്ചിരിക്കുന്നതെന്നോ ആരുമായാണ് താൻ പ്രണയത്തിലാണെന്നോ ദിയ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം ദിയയുടെ ആരാധകർ ഊഹങ്ങൾ കമൻ്റായി കുറിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗ്യവാൻ അശ്വിൻ അല്ലേ, യെസ് പറഞ്ഞിട്ട് കുറേ കാലമായി, യെസ് പറഞ്ഞത് ഇപ്പോഴാണല്ലേ എന്നുള്ളൂ. ഒടുവിൽ OC അവളുടെ യഥാർത്ഥ സ്നേഹം കണ്ടെത്തി. ദിയ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്നിങ്ങനെ എല്ലാമാണ് കമൻറ്റുകളിൽ ആരാധകർ പറയുന്ന അശ്വിൻ ദിയയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. ദിയയുടെ യാത്രകളും ഒട്ടുമിക്ക യൂട്യൂബ് വീഡിയോകളും അശ്വിനൊപ്പമാണ് അടുത്തിടെയായി ചെയ്യുന്നത്. ഇരുവരും തമ്മിൽ വർഷങ്ങളായുള്ള പരിചയമുണ്ട്. മുമ്പൊരു പ്രണയം പരാജയമായതിൻ്റെ വിവരം മറച്ചുവെക്കാത്ത ആളാണ് ദിയ കൃഷ്ണ. അതിൽ നിന്നും കരകയറുന്ന വേളയിൽ അശ്വിനെ ദിയയുടെ ഒപ്പം കാണാൻ ആരംഭിച്ചപ്പോൾ മുതൽ ഊഹാപോഹങ്ങൾ ആരാധകർക്കിടയിൽ ആരംഭിച്ചിരുന്നു. അശ്വിനുമായി ഡേറ്റിങ്ങിലാണോ, വിവാഹ നിശ്ചയം കഴിഞ്ഞോ തുടങ്ങിയ ചോദ്യങ്ങൾ തുടക്കം മുതൽ ആരാധകർ ചോദിക്കുന്നുണ്ട്. പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് താൻ സോഷ്യൽ മീഡിയയിൽ എങ്ങും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, നല്ല പ്രണയം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നയാളാണ് താൻ, എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് ദിയ പറഞ്ഞത്. ഇതിനു മുൻപ് വൈഷ്ണവ് എന്ന സുഹൃത്തുമായി ദിയ പ്രണയത്തിലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആ പ്രണയം ദിയയും വൈഷ്ണവും അവസാനിപ്പിച്ചത്. 2023 താനെടുത്ത ഏറ്റവും നല്ല തീരുമാനം ബ്രേക്കപ്പായിരുന്നു എന്നാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിയ പറഞ്ഞത്. 2023 കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. എങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തണം, എങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തണം, ഏതൊക്കെ പയ്യന്മാരെ സുഹൃത്തായി കൂടെ നിന്നിട്ട് ഓന്തിൻ്റെ സ്വഭാവം കാണിച്ചതെന്നറിയാം. അവരിൽ ചിലരൊക്കെ ഇപ്പോഴും പരിചയത്തിലുണ്ട്. ഞാനവരോട് സംസാരിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് പ്രണയ പരാജയത്തെക്കുറിച്ച് സംസാരിച്ച് മുമ്പൊരിക്കൽ ദിയ പറഞ്ഞത്. അച്ഛനൊപ്പമുള്ള വീഡിയോ പങ്കുവെക്കുമ്പോഴെല്ലാം അശ്വിൻ നല്ലൊരു ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് ദിയയോട് ആരാധകർ നിരന്തരമായി കമൻറ്റിലൂടെ പറയുകയുണ്ടായിരുന്നു. അതേസമയം ഫോട്ടോ വൈറലായതോടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വെറുതെ പകർത്തിയ ചിത്രമാണോ എന്ന സംശയവും ആരാധകർക്കുണ്ട്.